الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ രക്ഷിതാവ്, നാഥൻ, സൃഷ്ടാവ്, തമ്പുരാൻ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സ്വഭാഗ്യവാന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പുതുവർഷത്തിലേക്ക് ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച്, ഹിജ്റ കലണ്ടർ അനുസരിച്ച് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മുഹറം ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പവിത്ര മാസങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 4 മാസങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞു. ആ മാസങ്ങൾ ഏതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. തുടർച്ചയായിട്ടുള്ള 3 മാസങ്ങൾ ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഈ 4 മാസങ്ങളും പവിത്രമായ മാസങ്ങളാണ്. ആ മാസങ്ങളിൽ യുദ്ധം പോലും പാടില്ല എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ പവിത്ര മാസങ്ങളിലെ 1-ാമത്തെ മാസം അത് നമ്മുടെ കലണ്ടറിൻ്റെ, ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറം. മുഹറവുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. മുഹറവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുണ്ട്. ചരിത്ര സംഭവങ്ങൾ പലതും നടക്കുകയും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയാവുകയും ചെയ്ത മാസമാണ് മുഹറം. ആ അർത്ഥത്തിൽ മുഹറത്തെ മനസ്സിലാക്കുകയും അതിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള സന്ദർഭങ്ങളാണിപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. മുഹറത്തിന് യഥാർത്ഥത്തിൽ പല കഥകൾ പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 സംഗതികൾ. ഒന്ന്, 2 പലായനങ്ങളുടെ, 2 ഹിജ്റകളുടെ ചരിത്രം മുഹറത്തിനുണ്ട്. ഒന്ന് നേർക്കുനേരെ മുഹറത്തിൽ നടന്നതും മറ്റൊന്ന് അതിലേക്ക് ചേർത്ത് വെച്ചതും അതുമായി ബന്ധപ്പെടുത്തിയതും. നേർക്കുനേരെ നടന്ന ഒരു പലായനത്തിന്റെ കഥ, അല്ലെങ്കിൽ ഒരു വിമോചന യാത്രയുടെ കഥ, അങ്ങനെയും പറയാം. ഹിജ്റ എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും ഒളിച്ചോടുക എന്നുള്ളതിനാണ് ഹിജ്റ. അല്ല, ഒരു വിമോചന യാത്രയുടെ കഥ. അങ്ങനെ ഒരു കഥ യഥാർത്ഥത്തിൽ മുഹറവുമായി ബന്ധപ്പെട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു സംഭവം എന്ന് പറയുന്നത്. മുഹറത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിച്ചാൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു സംഭവമാണ്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്രയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഈജിപ്തിൽ നിന്ന് അവരുടെ ജന്മദേശമായ ഫലസ്തീനിലേക്ക് നടത്തിയ യാത്ര. ആ യാത്രയിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ, ആ യാത്രയിൽ അവർക്ക് അവിടെ ഉണ്ടായ അള്ളാഹുവിൻ്റെ സഹായം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് ധാരാളമായിട്ട് അറിയാം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പ്രവാചകൻ, പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. ചരിത്രവും സംഭവങ്ങളും പറഞ്ഞത് മൂസാ നബിയുടേതാണ്. സ്വാഭാവികമായിട്ടും മറുപക്ഷത്ത്, പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് പ്രവാചകന്റെ ശത്രു എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വ്യക്തി ഫിർഔനാണ്, ഫറോവ. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പല രൂപത്തിൽ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശുദ്ധ ഖുർആനിൽ അത് പല അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ പോലെ പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്. സൂറത്തുൽ ഖസസ് എന്ന് ആരംഭിക്കുന്നത് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ട്. ഇന്ന ഫിർഔന, 2-3 ആയത്തുകൾക്ക് ശേഷം, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ എന്ന ഒരാളുണ്ടായിരുന്നു, ഭൂമിയിൽ അവൻ അഹങ്കരിച്ചു. വജഅല ഫീഹാ വജഅല അഹ്ലഹാ ശിയഅ, അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടില് ഫിർഔനിന്റെ രാജ്യത്തുണ്ടായിരുന്നവരെ അവൻ വിഭാഗങ്ങളാക്കി, വർഗങ്ങളാക്കി, ഭിന്നിപ്പിച്ചു. എന്നിട്ട് അവരിൽ നിന്ന് ഒരു വർഗത്തെ, ഒരു വിഭാഗത്തെ ദുർബലരാക്കി, അവരുടെ മക്കളെ, ആൺമക്കളെയൊക്കെ കൊന്നു, വയസ്തഹി നിസാഹും, അവരുടെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയോ അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ വിടുകയും ചെയ്യും. ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകില്ല, നമുക്ക് അതിനൊന്നും പറയാൻ നമുക്ക് ഈ സമയം മതിയാവില്ല. എന്നിട്ട് ആ സംഭവം പറഞ്ഞിട്ട് ഫിർഔനെ കുറിച്ച്, ഇന്നഹു ഖാന മുനൽ മുഫ്സിദീൻ, വലിയ കുഴപ്പക്കാരൻ, നാശക്കാരനായിരുന്നു ഫിർഔൻ. ഫസാദ് ഉണ്ടാക്കുന്നവരിൽ മുൻപനായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയാ സൂറത്തുൽ ഖസസിലെ 5-ാമത്തെ ആയത്ത്, 4-ാമത്തെ ഇപ്പൊ പറഞ്ഞു, 5-ാമത്തെ ആയത്ത്, വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട, ദുർബലരാക്കപ്പെട്ട ആളുകളെ അനുഗ്രഹിക്കുവാൻ നാം ഉദ്ദേശിക്കുന്നു, അവർക്ക് ഔദാര്യം ചെയ്യുവാൻ നാം ഉദ്ദേശിക്കുന്നു. വനജഅലഹും അഇമ്മതൻ, അവരെ നേതാക്കളാക്കാനും, വനജഅലഹുമുൽ വാരിസീൻ, പിന്നെ ഭൂമിയുടെ, നാടിന്റെ, ദേശത്തിന്റെ അനന്തരാവകാശികളാക്കാനും നാം ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഖസസ് ഇങ്ങനെ തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം മുതലുള്ള കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സൗകര്യമുണ്ട്, ഒന്ന് വായിക്കണം എല്ലാവരും. ഇപ്പൊ ഈ സൂറത്തുൽ ഖസസ് എല്ലാവരുടെ വീട്ടിലും പരിഭാഷ ഉണ്ട്, ഇല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഏത് തഫ്സീറാണോ, ഏത് പരിഭാഷയാണോ നിങ്ങൾക്ക് വേണ്ടത്, തഫീമുൽ ഖുർആനാണോ വേണ്ടത്, വേറെ ഏതാണോ വേണ്ടത്, ഒക്കെ നമ്മുടെ മൊബൈലിൽ നമുക്ക് ലഭ്യമാണെന്ന് വായിക്കണം എല്ലാവരും. സൂറത്തുൽ ഖസസ് എന്ന് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ കഥ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഇങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത്, ആ ജനിക്കുന്ന സമയത്ത് ഫിർഔന്റെ ഏറ്റവും ക്രൂരമായ അക്രമമർദ്ദനങ്ങൾ നടക്കുന്ന കാലം. ആൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടും. അപ്പോ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഒരു വഹയിന്റെ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ് മൂസാ നബി എന്ന പിഞ്ചു കുഞ്ഞിനെ, മൂസ എന്ന കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി, ആ പെട്ടി ഒഴുകിപ്പോയി. അത് കൊട്ടാരത്തിന്റെ താഴെ, നൈൽ നദിയുടെ തീരത്തുള്ള കൊട്ടാരത്തിന്റെ താഴെ, അവിടെ നീരാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫറോവന്റെ രാജ്ഞിയും പരിവാരവും കാണുകയും അവർ കൊണ്ടുവരികയൊക്കെ ചെയ്ത കഥ നമുക്കറിയാലോ. കൊട്ടാരത്തിൽ പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം വളർന്നു. അങ്ങനെ വളർന്ന് മൂസാ നബി അലൈഹി സ്വലാം അവിടെ, അപ്പോഴും അദ്ദേഹം ഇസ്രായേലിനാണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. പക്ഷെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അങ്ങനെ ഒരിക്കങ്ങനെ യുവാവായ സമയത്ത് ഇങ്ങനെ നാട്ടിലൂടെ നടക്കുമ്പോൾ രണ്ടുപേര് തമ്മിൽ അടിപിടി, ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടു. അപ്പോൾ ഒരാള് തൻ്റെ വംശത്തിൽപ്പെട്ടതാണെന്ന് മറ്റേ ആളാണ്.
ആ അടിപിടിക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. പിറ്റേ ദിവസം വേറെ ഒരാള് ആയിട്ട് ഈ ചങ്ങാതി എന്നെ അടിപിടി ഉണ്ടാക്കുന്നു. അപ്പൊ ഇനി വലിയ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തത് ആള് മരിച്ചുപോയി. ആ കഥയ്ക്ക് നമുക്ക് അതൊക്കെ പറയാം ഖുർആനില്. അപ്പോ അതോടുകൂടി ഒരു കൊലയാളിയായിട്ട് മാറുന്ന മൂസ, അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കഥയാണ്. അങ്ങനെ രക്ഷപ്പെട്ടോടി മദിയൻ എന്ന് പറയുന്ന ദൂരദേശം വരെ അദ്ദേഹം ഓടുക. അവിടെ ഒരു മഹാനായ മനുഷ്യൻ, അത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമാണെന്ന് പറയുന്നു, അദ്ദേഹത്തിന് അഭയം നൽകുകയും അദ്ദേഹത്തിന് 8 അല്ലെങ്കിൽ 10 വർഷം അവിടെ ജോലി ചെയ്തിട്ട് മഹറായി ജോലി ചെയ്യാം പ്രതിഫലമായിട്ട്. അങ്ങനെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പെൺകുട്ടികളിൽ ഒന്നേ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം നോക്കാം. അങ്ങനെ ആ കാലം തികച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഹയ്യ് കൊടുക്കുന്നു, പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയാണ്. പോകാൻ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ പ്രശ്നമുണ്ടോ, എനിക്ക് പറ്റുന്ന പണിയല്ല, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ തന്നെ, മൂസാ നബി അലൈഹി ഇസ്ലാം സംസാരിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. നാവിനൊരു ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് പേടിയാ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട ആളാ. വലഹും അലയ്യ ദംബുൻ അഖാഫു അൻ യഖ്തുലൂൻ, കൊന്നു കളയുന്ന എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പോകണമെന്ന് കൽപ്പന. എന്നാ പിന്നെ എൻ്റെ സഹോദരൻ ഹാറൂനെ കൂടി, അല്ലേ, അതൊക്കെ അദ്ദേഹം പറയും. നമ്മൾ ഈ പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പ്രഭാഷകന്മാർ ചിലപ്പോൾ പറയുന്ന ഒരു കുറേ വാക്യങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ. ഖുർആനിലെ ഒരു മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞൊരു കുറേ വാക്യങ്ങളാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫി അംരി കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ ഇന്നക കുന്ത ബിനാ ബസീറ. ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ കാണല്ലേ, റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ ഇതാണ് ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണം. വലിയൊരു ഭാരം ഏൽപ്പിക്കപ്പെട്ട് ഇത് ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ. വയസ്സിർലി അംരി, എൻ്റെ കാര്യം എളുപ്പമാക്കി തരണേ. എനിക്ക് സംസാരിക്കാനുള്ള പ്രയാസം വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, അതൊന്ന് ശരിയാക്കി തരണേ. എൻ്റെ നാവിൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചു തരണേ. എന്നിട്ട് ഞാൻ പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ, പടച്ചോനെ അത് എൻ്റെ സഹോദരനെ കൂടി എൻ്റെ സഹായിയായിട്ട് തരണേ, കാരണം അവൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് സംഘാളിയും സഹകാരിയുമായിട്ട് എനിക്ക് ശക്തി പകരും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലാഹു തആല ആ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുക. അപ്പം ഇങ്ങനെ പോയിട്ട് ഫിർഔൻ, ഇത് മൂസാ നബി അലൈഹി സ്വലാം അവസാനം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി പറയാം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ഇനി ഫിർഔന്റെ അടുത്തേക്ക് പോകണം. എല്ലാ അതിരുകളും ലംഘിച്ചവനായിട്ട്, അതിക്രമകാരിയായിട്ട് ഫിർഔൻ മാറിയിരിക്കുന്നു. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ, എന്നിട്ട് നിനക്ക് നേരായ മാർഗം ഞാൻ കാണിച്ചു തരട്ടെ, നന്നാവാനുള്ള വഴി പറഞ്ഞു തരട്ടെ, നിനക്ക് നിന്റെ റബ്ബിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം, അയാളോട് ചോദിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ. ഇങ്ങനെ കഥകൾ, വളരെ പഠനാർഹമായ കഥകൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പരന്നു കിടക്കുക. പ്രത്യേകിച്ച് സൂറത്തുൽ ഖസസിൽ അത് നമുക്ക് കുറേ രൂപത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അല്ലെ. അങ്ങനെ മൂസാ നബി ചെല്ലുന്നു, അവിടെ സംസാരിക്കുന്നു, ഒരു വട്ടമല്ല പലവട്ടം സംസാരിക്കുന്നു. ഫിർഔൻ കുറെ കുതർക്കങ്ങൾ ഉന്നയിക്കുന്നു, പരിഹസിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അവസാനം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് സംഭവിക്കുന്നു? അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഫിർഔനും അനുയായികൾക്കും മാറ്റം ഒന്നാവുന്നില്ല. കൊട്ടാരത്തിലെ രാജ്ഞി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അവിടെ സ്വകാര്യമായി ഈമാൻ ഒളിപ്പിച്ചു വെച്ച ഒരാളെ അവിടെ പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അവസാനം പല ദൃഷ്ടാന്തങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാം സമർപ്പിക്കുന്നുണ്ട്. നീ പ്രവാചകനാണെങ്കിൽ അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുപോകാൻ പല ദൃഷ്ടാന്തങ്ങളും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി എന്ന് പറയുന്നത് അത്ഭുത ദൃഷ്ടാന്തമാണ്. കൈ ഇങ്ങനെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പുറത്തേക്കെടുത്ത പ്രകാശിക്കുന്ന തിളങ്ങുന്ന കൈ, അതൊരു ദൃഷ്ടാന്തം. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ. മാത്രമല്ല അക്രമിയായ ഫിർഔനും ചിങ്കിടികൾക്കും അല്ലെങ്കിൽ അവർക്ക് പാഠം പഠിക്കാൻ ഉതകുന്ന രൂപത്തിൽ നാട്ടിൽ പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും പക്ഷെ അവിടെ ഏശിയില്ല. ഫിറൗൻ തനി ധിക്കാരിയും അഹങ്കാരിയുമാണ്, തനി രാഷ്ട്രീയക്കാരനായിരുന്നുള്ളതാണ്. രാഷ്ട്രീയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ തിരിച്ചുവിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞതറിയോ? ഇവൻ ആരാന്ന് നിങ്ങൾക്കറിയാം? ഇവൻ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, ഇവിടെ നിങ്ങളെ പുറത്താക്കി ഇവിടെ അധികാരം പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവൻ നിങ്ങളെ ശത്രുവാണെന്ന് പറഞ്ഞ ആ നാട്ടുകാരെ മൊത്തത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഇതിൽ തിരിച്ചുവിട്ടു, അല്ലേ. അങ്ങനെ അക്രമമർദ്ദനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും അതിന്റെ പാരമ്യത്തിലെത്തുകയും ചെയ്തു. വളരെ വളരെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുക.
ഇവരെ മുഴുവനും കൈകാര്യം ചെയ്യുമെന്ന് ഫിർഔൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന നിർദ്ദേശം, ഇനി നീ രാത്രിയിൽ നിന്റെ അനുയായികളെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ വന്നവരാണല്ലേ, ഈജിപ്തിൽ ഇസ്രായേലിൽ വന്നവരായിരുന്നു. യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് മുതൽ അവർ അവിടുത്തുകാരായതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരെവിടുത്തുകാരാണ്, അവർ ഫലസ്തീനുകാരാണ്. അപ്പൊ അവര് നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ ജന്മദേശത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ആ കൽപ്പന പാലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. അവരെയും കൊണ്ട് പോവുകയാണ്. ചെങ്കടൽ മുറിച്ച് കടന്നിട്ട് വേണം പോവാൻ, അങ്ങോട്ട് പോകാൻ അല്ലേ. അങ്ങനെ പോകുന്ന സമയത്തുള്ള കഥകളാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ ഫിർഔൻ മനസ്സിലാക്കുന്നു മൂസയും കൂടെയുള്ള ആളുകളും രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെ പിടിക്കാൻ വേണ്ടി ഫിർഔൻ സർവായുധ സജ്ജനായിട്ട് പരിവാരങ്ങളോട് ആയുധത്തെയും സൈന്യത്തെയും ഒരുക്കിയിട്ട് പിടിച്ചിട്ട് അവരെയും കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ പിന്തുടരുകയാണ്. അങ്ങനെ ചെങ്കടൽ തീരത്ത് അവിടെ എത്തി നിൽക്കുകയാണല്ലേ, കടന്നു പോകാൻ വഴിയില്ല. അപ്പോൾ അവിടെയാണ് വടിയിട്ടടിക്കുന്നതും കടൽ പിളരുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സംഭവം, അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്ന ആ ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് എനിക്ക് പെടുത്താനുള്ളത്. ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ്, അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ആയത്തിലുള്ള പോയിന്റ് അതാണ് ഇന്നത്തെ എൻ്റെ ഖുത്ബയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം. ഫലമ്മ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. സൈന്യം ഇരമ്പി വരികയാണ് പുറകിൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുകയാണ്. അങ്ങനെ അവരിങ്ങോട്ട് കാണുക, സൈന്യത്തെ ഇങ്ങോട്ട് കണ്ട് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പറയാണ്, മൂസാ ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. മൂസാ, നമ്മൾ പെട്ടു, കുടുങ്ങി, നമ്മളെ പിടിച്ചു. ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, കുടുങ്ങി മക്കളെ, പെട്ടു നമ്മൾ എന്ന് പറഞ്ഞു. അതിന് രക്ഷയില്ല. കാരണം സകല ആയുധങ്ങളായിട്ട് വരുന്നൊരു സൈന്യത്തെ ഈ നിരാലംബരായ, നിസ്സഹായരായ, നിരായുധരായ മനുഷ്യർ എന്ത് ചെയ്യാൻ? ഒന്നുമില്ല അല്ലേ. കുടുങ്ങിപ്പോയി, പെട്ടു, തീർന്നു എന്നവരങ്ങ് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, അതാണ് നമ്മുടെ സന്ദേശം. എന്താണെന്നറിയോ? ഖലകല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇന്ന മഅി റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവനെനിക്ക് വഴി കാണിക്കും, അവനെനിക്ക് വഴി കാണിക്കും. ഏതാണ് സന്ദർഭം നോക്കണം. കല്ല ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. എന്താ പിന്നെ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാമോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ വടി കൊണ്ട് അടിക്കും ആ കടലിൽ. ഒരു വടി. എന്തിനാണ് ആ വടി? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂസാ, എൻ്റെ കയ്യിൽ എന്താന്ന് വെച്ചാൽ ഒരു വടിയാണ്, അത് എനിക്ക് ആടുകൾക്ക് ഇലയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് കുത്തി നടക്കും പ്രയാസമുള്ള സ്ഥലത്ത്. പിന്നെ അതുകൊണ്ട് പല ഉപകാരങ്ങൾ വേറെ ഉണ്ട്. ആ പല ഉപകാരങ്ങളിൽ ഒന്ന് കൊട്ടാരത്തിൽ ഇത് ഉപകരിച്ചിട്ടുണ്ടല്ലേ, ഇട്ട പാമ്പായിട്ട് പേടിച്ചിട്ടുണ്ട്, മാജിക്കാരും മായാജാലക്കാരും പേടിച്ചു പോയിട്ടുണ്ടല്ലേ. ആ വടിയാ. മൂസ ആ വടി കൊണ്ട് വെറുതെ അങ്ങ് അടിക്കുന്നു. കടലിലടിച്ചതും അത് പിളറും. കടലിൻ്റെ, ചെങ്കടലിൻ്റെ വീതി കുറഞ്ഞ ഒരു ഏരിയ, ആ ഏരിയ പോയി കണ്ടാൽ മനസ്സിലാവും. എനിക്കത് പോയി കാണാൻ അവസരമുണ്ട്. അവിടെ അടിച്ച് പിളർന്ന് നേരെ അക്കരെ കിടക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹി ഇസ്ലാം അക്കരെ കടന്നു. ഫിറോനും കൂട്ടരും വഴി രൂപപ്പെട്ടിരിക്കല്ലേ. ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ കാണാവുന്ന ആളുകൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാലും ധാരാളം വീഡിയോസ് ഉണ്ട്. ഫിറോനും കൂട്ടരും പിന്നാലെ പിന്തുടർന്നു. മധ്യത്തിലെത്തിയപ്പോ എന്ത് സംഭവിച്ചു? കടല് വീണ്ടും ചേർന്നു. ഫിറഔനും അനുയായികളും മുങ്ങി മരിച്ചു. കല്ല ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അല്ലേ. എന്താണ് ആ ഈമാൻ? ഫിറഔൻ മുങ്ങി. ഏറ്റവും അഹങ്കാരിയും ധിക്കാരിയുമായ ഫിറഔൻ. ഏത് അഹങ്കാരിക്കും ഒരു അന്ത്യമുണ്ട്, ഏത് ധിക്കാരിക്കും എന്നൊരു അന്ത്യമുണ്ട്. മുങ്ങിയപ്പോ പറഞ്ഞു കേട്ടോ, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. മൂസ മൂസ വിശ്വസിച്ച റബ്ബ്, മൂസയും ഇവരൊക്കെ പറയുന്ന ആ ഇലാഹിൽ ഞാൻ വിശ്വസിച്ചു. ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. ഇപ്പൊ അല്ലാഹ് പറയണ, ഇപ്പോഴാണോ? ഈ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ആ വെള്ളത്തിൽ, ആ കടലിൽ അവർ മുങ്ങി.
മുങ്ങിയപ്പോ ഒരു കാര്യം അല്ലാഹു തആല പറഞ്ഞു, മുങ്ങി മരിക്കുമ്പോ ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഇന്ന് നിന്നെ മുങ്ങിയാലും നിന്റെ ജഡം ഞാൻ പുറത്തെടുക്കും. അതൊരു വലിയ ദൃഷ്ടാന്തം. എന്താ പറഞ്ഞു? പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമായിരിക്കാൻ ഇന്ന് നിന്റെ ജഡം ഇവിടുന്ന് ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഇന്ന് ഞാൻ അവിടുന്ന് അതായത് ദ്രവിച്ചു പോകില്ല. കടലിൽ ഇപ്പൊ നമ്മൾ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ, അതും എനിക്കൊരു അവസരം ഉണ്ടായി പോവാൻ, നേർക്ക് നേരെ അവിടെ വലിയ മ്യൂസിയം ഉണ്ട് ഈജിപ്തിൽ, കൈറോയിൽ അല്ലെ, അലക്സ സ്ഥലം മറന്നുപോയി, എന്തായിരുന്നാലും അവിടെ പോയിക്കാം. ഈ കൈറോയില ഈ മ്യൂസിയം എന്ന് പറയുന്നത്, അവിടെ ഈജിപ്തിലെ മമ്മികൾ ധാരാളമായിട്ട് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഈജിപ്തിലെ മമ്മികളെ കുറിച്ച് അറിയാലോ. ആ കൂട്ടത്തിൽ ഒന്നും റാംസിസ് രണ്ടാമൻ, അതാണ് നമ്മളെ ഫിറോൻ എന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഫിറോൻ. നമ്മളെ ഫിറോൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫിറോനെ കുറിച്ചാണല്ലോ, റാംസിസ് രണ്ടാമൻ. പക്ഷേ മമ്മിയല്ല, ഒരു മനുഷ്യന്റെ ശരീരം അങ്ങനെ തന്നെ അങ്ങോട്ട് ചുങ്ങിയില്ല. മറ്റുള്ളതൊക്കെ വേറെ, മമ്മികൾ വേറെ മനസ്സിലാകും. ഇത് നമുക്ക് മമ്മിയല്ല, ഇതിങ്ങനെ തന്നെ. വിശുദ്ധ ഖുർആനിലെ വചനം ഓർക്കുക, നീണ്ടു വലിയൊരു മനുഷ്യൻ അല്ലേ, ആ മനുഷ്യൻ അയാൾ അന്നിപ്പം അങ്ങനെ കിടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ദൃഷ്ടാന്തം ലിതകൂന ലിമൻ ഖൽഫക പിൽക്കാലത്ത് കിട്ടിയതാ. എൻ്റെ ചരിത്രമൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഒക്കെ വിട്ടു ആ ഫിറഔൻ അങ്ങനെ കിടക്കുക. ഈ ഫിറഔൻ മുങ്ങിയ കഥ പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ടല്ലേ, ഖുർആനിൽ പറയുന്നുണ്ട് കേട്ടോ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. ഫിറഔൻ മുങ്ങിയ കാര്യം പറഞ്ഞിട്ട് ഖുർആൻ പറയണേ, എത്ര വലിയ അഹങ്കാരിയായിട്ട് എന്താ കാര്യം. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എല്ലാ അഹങ്കാരികളും കേട്ടോ, എല്ലാ ധിക്കാരികളും കേട്ടോ, എല്ലാ പ്രൗഢി നടിക്കുന്നവരും കേട്ടോ, പണം കൊണ്ടും സൗകര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചുറ്റുപാട് കൊണ്ടും ദുനിയാവിൽ മതിമറന്ന് ജീവിക്കുന്ന, പടച്ചവനെ മറന്ന് ജീവിക്കുന്ന താന്തോന്നികളും ധിക്കാരികളുമായി ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും കേട്ടോ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഈ ഫിറഔൻ, അതിനേക്കാളും വലുതൊന്നും നിങ്ങളല്ല. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇവർ ഉപേക്ഷിച്ചു പോയത്. എന്തൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു എന്നറിയോ. വസുറൂഇൻ വമഖാമിൻ കരീം, എന്തുമാത്രം കൃഷിയിടങ്ങളാണ് ഇവർ ഉപേക്ഷിച്ചു പോയത്. എന്തുമാത്രം അത്യുന്നതങ്ങളായ പ്രദേശങ്ങളും ഇടങ്ങളും സ്ഥലങ്ങളും ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും ഉദ്യാനങ്ങളും അതൊക്കെയും ഇവർ ഉപേക്ഷിച്ചു പോയി. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരതിലിങ്ങനെ മതിച്ച് സുഖിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചിരുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒക്കെയും അത് വിട്ടുപോയി. കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ, അതൊക്കെ പിൽക്കാലത്ത് വേറെ കുറെ ആളുകൾ അനന്തരമായിട്ട് എടുത്തു. ഇതൊക്കെ അവർ വിട്ടുപോയി. ഒറ്റ കാര്യം ഖുർആൻ പറയാട്ടോ, ഇതൊക്കെ സംഭവിച്ചപ്പോഴേ ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഈ അഹങ്കാരികളും ധിക്കാരികളും മരിച്ചേ ആ തീർന്നു പോകുമ്പോഴേ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുമ്പോഴേ, ഭൂമി ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും വിട്ടിട്ടേ അവസാനത്തെ ശ്വാസം വലിച്ച് കണ്ണ് തള്ളി ഈ ഭൂമിയിൽ നിന്ന് കയ്യും കാലിട്ട് ഒരച്ച് പെടഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴേ, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരയാൻ ഒരാളും അവർക്ക് വേണ്ടി കരയാനുണ്ടായില്ല, ഉണ്ടാവുകയില്ല എന്ന് സന്ദർഭത്തിൽ ഈ മുങ്ങി മരിച്ച ഫിറഔൻ മുങ്ങിയ കഥ പറഞ്ഞു തൊട്ടുടനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു പാഠം. അപ്പൊ എന്താ നമ്മളെ പാഠമെന്നറിയോ? ഇങ്ങനെ മുങ്ങിയ ഫിറഔൻ, ആകാശവും ഭൂമിയും കരയാത്ത വിധം, ഒരാളും കരയാനില്ലാത്ത വിധം ഭൂമിയിലെ സൗകര്യങ്ങൾ സകലതും വിട്ടുപോയിട്ട് ഞാനിപ്പോ അവസാനം വിശ്വസിച്ചിരിക്കുന്നു എന്ന് കെഞ്ചിക്കേട് പറഞ്ഞ ഫിറഔൻ അല്ലെ, ആ ഫിറഔൻ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലേ. ആ ഫിറഔനെ നശിപ്പിക്കാനും പിടിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും സാധിക്കുമോ? സാധിച്ചില്ല. എന്താണെന്നറിയോ? കല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. ധൈര്യമായിട്ട് ഇരുന്നോട്ടോ. പുതിയ ഫിറഔന്മാരെ പേര് ഞാൻ പറയണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ഫിറഔന്മാരുണ്ട്. അന്ന് ആ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരെന്ന് അവകാശപ്പെടുന്ന, അവരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിന്ന് അന്ന് ആ ഫിറഔൻ ചെയ്തതിനേക്കാളും വലിയ വലിയ ക്രൂരതകൾ അല്ലെ ഇസ്രായേലിലൊക്കെ ഇപ്പൊ നമ്മള് ഫലസ്തീനിലൊക്കെ നമ്മൾ കാണാം. ആരാന്നറിയോ? അന്ന് ഈ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരെന്ന് അവർ പറയണം. ഇപ്പൊ എന്നിട്ട് അന്നത്തെ ഫിറഔൻ ചെയ്തതിനേക്കാളും ഭീകരമായ രൂപത്തിൽ ലോകത്ത് അക്രമം അഴിച്ചിട്ടുകൊണ്ടിരിക്കുക. ഒരു ദിനം മുങ്ങും. ഫമാ ബഖത അലൈഹിം സമാഉ വൽ അർദ്,
ആകാശവും ഭൂമിയും ഒന്നും കരയില്ല. കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എന്താണ് ആ പ്രതീക്ഷ എന്നറിയോ? കല്ല ഇന്ന മഅഇ റബ്ബി, കല്ല ഇന്ന മഅന റബ്ബുന സയഹ്ദീന. നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. നമ്മുടെ റബ്ബ് നമുക്ക് വഴി കാണിക്കും. അവൻ നമ്മളെ രക്ഷിക്കും. നമ്മുടെ റബ്ബിലാണ് നമുക്ക് പ്രതീക്ഷ. അപ്പൊ തവക്കുലാണ് നമുക്ക്, ഈമാനാണ് നമുക്ക്, കരുത്താണ് നമുക്ക്, പ്രതീക്ഷയാണ് നമുക്ക്. ആ പ്രതീക്ഷയുടെ ഒരു പാഠമാണ് ഈ മുഹറത്തിൽ. അതാണ് മുഹറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംഭവം സ്മരിച്ചുകൊണ്ടാണ് മുഹറം 10-നാണ് ഈ സംഭവം മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത്. ആ സംഭവം സ്മരിച്ചുകൊണ്ടാണ് മുഹറത്തിൽ നമ്മൾ നോമ്പെടുക്കുന്നത്. അപ്പോൾ പ്രതീക്ഷയോടെ ചരിത്രത്തെ, സംഭവത്തെ വായിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സകലമായ ആക്രമികളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു നല്ല ഭാവി, പ്രതീക്ഷാപൂർവമായ നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോയി അതിജീവിക്കാൻ നാഥൻ നമുക്ക് കരുത്തും കഴിവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹൽ മുഅ്മിനൂന ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ റമദാനിലെ മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചരിത്രമൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തുക, അതിൽ പ്രതീക്ഷ, ആവശ്യമൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. അതോടൊപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുഹറത്തിലെ നോമ്പാണ്. റമദാൻ കഴിഞ്ഞാൽ അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹറുല്ലാഹിൽ മുഹറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് മുഹറത്തിലെ 10 നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 9 കൂടി എടുക്കുക. അപ്പോൾ 9ഉം 10ഉം അല്ലേ, ഈ 2 ദിവസത്തെ നോമ്പ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം തന്നെ ആ ദിവസം നോമ്പെടുക്കാനുള്ള മാനസികമായ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പോൾ തന്നെ നടത്തുക. കഴിയുന്നെല്ലാവരും, നല്ല മഴ ഇതൊക്കെയാണ്, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. എല്ലാവരും ആ നോമ്പെടുക്കുക. എന്നിട്ട് ആ സംഭവം ഓർക്കുക, ആ രക്ഷ ഓർക്കുക, മൂസാ നബി അലൈഹി സ്വലാമിനെ ഓർക്കുക, ഫിറഔനിനെ ധിക്കാരി ഓർക്കുക, മുങ്ങുന്നതും മരിക്കുന്നതും ഖേദിക്കുന്നതും നിലവിളിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയല്ലേ. അതൊക്കെ ഓർത്തിട്ട് ആ അതിജീവനത്തിൻ്റെ പാഠം പ്രതീക്ഷയോടെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ നോമ്പെടുത്ത് അവരോട് താതാത്മ്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഈമാനും തഖ്വയും നൽകണേ തമ്പുരാനെ. മാനസികമായ കരുത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട്, തവക്കുലുകൊണ്ട് അതിജീവിക്കാനുള്ള മാനസികമായ കരുത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ. ലോകത്തുടനീളം സത്യത്തിൻ്റെ മാർഗത്തിൽ പൊരുതുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണം റബ്ബേ. ഗസയിലും ഇറാനിലും ലോകത്തിൻ്റെ പല ഭാഗത്തും അനീതിക്കിരയായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരവരുടെ വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ചൊന്നുമില്ല. അതുകൊണ്ട് നാഥ, അവരോടൊപ്പം നീ ഉണ്ടാകണേ തമ്പുരാനെ. നീ വഴി കാണിക്കണേ തമ്പുരാനെ. രക്ഷയുടെ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അഭിനവ ഫറോവമാരെ, ആധുനിക ഫിറഔന്മാരെ മുക്കിക്കളയണേ തമ്പുരാനെ. ലോകത്തിന് പാഠം നൽകണേ തമ്പുരാനെ. അത് കാണാനുള്ള സന്തോഷം, ആ കാണാനുള്ള സൗഭാഗ്യം നാഥ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. ആശ്വാസം നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.